വാമായിട്ടുള്ള മോഡലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. വാം ലൈറ്റ് തന്നെ ഞാനിത് ഇട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതും അതിൻ്റെ പവർ 1 വെച്ചിട്ടുണ്ട്. ബ്ലോഗ് ചെയ്യാനും വീഡിയോ എടുക്കാനും എത്ര ക്യാമറ ഇറങ്ങിയാലും ആളുകൾക്ക് ഇപ്പോഴും പ്രിയം മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാനാണ്. കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ മൊബൈൽ ഫോൺ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈക്ക്, ലൈറ്റുകൾ, ട്രൈപോഡുകൾ ഇതൊക്കെ എപ്പോഴും കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഗോഡോക്സ് ഈടായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ബ്ലോഗിങ് കിറ്റ്, മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗിങ് കിറ്റാണ് VK3 എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡോക്സിൻ്റെ ഈ കിറ്റ്. ഈ കിറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കിറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ബോക്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 year വാറൻറ്റി ഒക്കെ ഉണ്ട്. ഗോഡോക്സിൻ്റെയാണ്. ഗോഡോക്സിൻ്റെ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉള്ള ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറിജിനലിനെ നമ്മളെപ്പോഴും ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് തന്നെ വാങ്ങാം. ഞാനത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ബോക്സ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എക്യുപ്മെൻറ്റിൻ്റെ ജാതകം എഴുതിയിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് VK3 LT എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് പിൻ. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ഈ മൈക്കിൻ്റെ പിന്നാണ് ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് ഈ മൈക്കിന് വരുന്ന ഈ പിന്നുണ്ടല്ലോ, ഇത് ലൈറ്റ്നിങ് പിന്നാണ്, നമ്മുടെ ആപ്പിളിൻ്റെ ലൈറ്റ്നിങ് പിന്നാണ്. അതുകൊണ്ടാണ് LT എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ UC എന്ന് പറഞ്ഞിട്ടൊരു പിന്നും കൂടെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ UC എന്ന് പറഞ്ഞ പിന്ന് USB-C ആണ് UC. അപ്പം നമ്മളെ മൊബൈലിൻ്റെ ഔട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കിവിടെ എന്താ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ നമുക്ക് നല്ലൊരു പാക്കായിട്ടാണ് നമുക്ക് ആമസോണിൽ നിന്ന് നമ്മുടെ ഗോഡോക്സ് അയച്ചു തരുന്നത്. ഇതിൽ ഗോഡോക്സിൻ്റെ ജീനിയസ് എന്ന് പറയുന്ന മൊബൈലിന് ഉപയോഗിക്കുന്ന ജീനിയസ് മൈക്ക്, ചെറിയ നല്ല ക്വാളിറ്റിയുള്ള, നല്ല അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല മെറ്റലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു മൈക്കാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് മൊബൈലിൽ കുത്താൻ പറ്റും. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ഓക്സിലറി പിൻ ഉണ്ട്. ഇത് നമ്മളെ ക്യാമറക്ക് കുത്താൻ വേണ്ടിയിട്ടല്ല, ഇത് ആക്ച്വലി നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ്ഫോൺ കുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു LED ലൈറ്റാണ്. എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ലൈറ്റാണ് ഈ LED ലൈറ്റ്. ഗോഡോക്സിൻ്റെ ലിറ്റ്മോൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ബ്രാൻഡാണ്. അതിലുള്ളതാണ് ഗോഡോക്സിൻ്റെ തന്നെ ലൈറ്റ്. LED 6R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു RGB ലൈറ്റാണ്. ഈ ലൈറ്റ് നമുക്ക് നമ്മൾ മറ്റ് ലൈറ്റുകൾ യൂസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഗോഡോക്സിൻ്റെ ബോക്സ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ആണ്. ഇപ്പോൾ നമ്മളൊരു തീൻ്റെ കൊടുക്കുകയാണെങ്കിൽ, മീൻസ് ഫയർ കൊടുക്കുകയാണെങ്കിൽ ഫയർ കത്തുമ്പോൾ എന്താ എഫക്റ്റ് നമ്മളെ മുഖത്തുണ്ടാവും. അങ്ങനത്തെ നമ്മുടെ LC500 ഒക്കെ ഉണ്ടല്ലോ ഗോഡോക്സിൻ്റെ, അതുപോലത്തെ രീതിയിലുള്ള പല ലൈറ്റുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റാണിത്. അതുപോലെ നമുക്ക് ഡേലേ, പിന്നെ നമ്മുടെ എന്താ പറയുക, വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ലൈറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കുള്ള ഇതിൻ്റെ ഒരു ഉപയോഗം. അതിൽ നമുക്ക് ലൈറ്റ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ചെറിയ ലൈറ്റിൽ ഇപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുഖത്തേക്ക് ചെറിയൊരു ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ 1% ഇട്ട് വെച്ചാൽ തന്നെ ഉണ്ടാവും. നമുക്കൊരു ഫിൽ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ 1% ഇട്ട് വെച്ചാൽ കിട്ടും. ഇതിൻ്റെ പുറത്ത് തന്നെ LED നമുക്ക് ഡയറക്റ്റായിട്ട് LED ഉപയോഗിക്കാൻ കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടാകും. പക്ഷേ നമുക്കൊരു സോഫ്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ് ലൈറ്റ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡിഫ്യൂസർ ഇതിൻ്റെ മുകളിൽ വരുന്ന ഡിഫ്യൂസർ ഇട്ട് ഉപയോഗിക്കായിരിക്കും നല്ലത്, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ 1 ഇട്ടിട്ടുള്ളൂ, പവർ 1 ഇട്ടിട്ടുള്ളൂ. പവർ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പവർ കൂടി വരും. പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ലൈറ്റിനെ നമുക്ക് വാമും കൂളും ആക്കാൻ പറ്റും. കൂൾ ലൈറ്റാണ് നമുക്ക് ആവശ്യം തന്നെ, കൂൾ ലൈറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബ്ലൂയിഷ് ടോണാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാം മിൽക്കാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വാമായിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് പോയിട്ട് വ്ളോഗ് ചെയ്യുന്നത്, രാത്രി കുറച്ച് വാം ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിന് മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള വാം മിൽക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ വാമും കൂളും നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള എഫക്റ്റുകളും നമുക്ക് ഇതിൽ കൊണ്ടുവരാനും പറ്റും. RGB ലൈറ്റായിട്ടും പല കളറിൽ മാറുന്ന ലൈറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു വണ്ടർഫുൾ ലൈറ്റ് തന്നെയാണ് ശരിക്കും ഗോഡോക്സിൻ്റെ LED 6R എന്ന് പറഞ്ഞ ലൈറ്റ്. ഇത് നമുക്ക് കൊടുത്ത് മൊബൈലിന് മാത്രമല്ല, നമ്മുടെ ക്യാമറക്ക് നമുക്കൊരു എക്സ്ട്രാ ലൈറ്റ്, ഫുഡൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ക്യാമറക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയുള്ള രീതിയിലുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. പിന്നെ നമ്മളെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഉള്ള ഒരു ഹോൾഡർ വരുന്നുണ്ട്. മൊബൈൽ നമുക്കിതിൽ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ മൊബൈൽ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ ആ ഹോൾഡറിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. നമുക്ക് ട്രൈപോഡിൽ ഹോൾഡർ പിടിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതന്നെ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഹോൾഡർ വരുന്നത്. ഇവിടെ നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ലൈറ്റൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾഡ് ഷൂ മുകളിൽ നമുക്കൊരു കോൾഡ് ഷൂ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് പിടിപ്പിക്കാൻ പറ്റും.
അതല്ലെങ്കിൽ താഴെ നമുക്ക് മൈക്കോ ലൈറ്റൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അവിടെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഈ ഹോൾഡറിൽ പിടിപ്പിക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഹോൾഡറിലാണ് നമുക്ക് ലൈറ്റ് വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ പിടിപ്പിക്കാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ലൈറ്റ് പിടിപ്പിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1, 2, 3 കോൾഡ് ഷൂ പോയിന്റുകൾ നമുക്ക് ഈ ഒരു ലൈറ്റിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. മാത്രമല്ല നമുക്കിത് എക്സ്റ്റെൻഡബിളുമാണ്. എക്സ്റ്റെൻഡബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ബ്ലോഗ് ചെയ്യാം. കാരണം കുറച്ച് ദൂരെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം വൈഡായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വൈഡായിട്ട് പിടിച്ചിട്ട് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റിയ രീതിയിലുള്ളത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ എൻഡ് നമുക്ക് ടിൽറ്റ് ചെയ്യാനും പറ്റും. അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഈ മൈക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ വയറുകളൊന്നും ആവശ്യമില്ല. നമുക്ക് നേരെ മൈക്ക് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് മൈക്ക് വിത്ത് ലൈറ്റും മൊബൈലുമായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വ്ലോഗൊക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ മൊബൈലിൽ മൈക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൊത്തം ആംബിയൻസ് സൗണ്ട് ആയിരിക്കും റെക്കോർഡ് ചെയ്യുമെങ്കിൽ ഇത് നമുക്ക് ആ ഒരു ഡയറക്ഷണൽ സൗണ്ട് ആയതുകൊണ്ട് ബാക്കിൽ പിന്നിൽ നിന്നുള്ള സൗണ്ടുകളോ അല്ലെങ്കിൽ സറൗണ്ടിങ്സോ അല്ലാതെ റെക്കോർഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ഫാനിൻ്റെ സൗണ്ടോ AC സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും വിൻഡ് സ്ക്രീൻ വരുന്നുണ്ട് ഇതിൽ കൂടുതൽ. ഈ വിൻഡ് സ്ക്രീൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇൻഡോറൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഗോഡോക്സിൻ്റെ തന്നെ ബ്രാൻഡിങ് ഒക്കെ ഉള്ള വിൻഡ് സ്ക്രീനാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് വിൻഡ് സ്ക്രീൻ ഇട്ടിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇത്രയും സെറ്റിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് കുറക്കാം. എനിക്കൊണ്ട് ലൈറ്റ് നമ്മളെ ഫേസിന് ലൈറ്റും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചെറിയൊരു ലൈറ്റ് ഫേസിൽ കിട്ടിയിട്ട് നമുക്കിത് വെച്ചിട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനുള്ളതൊരു റിസോർട്ടിലാണ്, വയനാട്ടിലെ റിസോർട്ടിലാണ്. ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഡാർക്ക് സമയത്തായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരിക. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സാധാരണ മൊബൈൽ കൊണ്ടോ ക്യാമറ കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ ലൈറ്റ് ഇല്ലെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മൾ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പഴപ്പം നമുക്ക് ഫേസ് ഇതേപോലത്തെ ലൈറ്റിലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ചെറിയൊരു ലൈറ്റ് നമുക്കവിടെ കൊടുക്കാനുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെറിയൊരു ലൈറ്റ് അതിൽ ആഡ് ഓൺ ചെയ്യാണ്ടെങ്കിൽ നമ്മളെ ഫേസ് നന്നായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ വളരെ വാമായിട്ടുള്ള മോഡലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. വാം ലൈറ്റ് തന്നെ ഞാനിത് ഇട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതും അതിൻ്റെ പവർ 1 വെച്ചിട്ടുള്ളൂ. ലൈറ്റിൻ്റെ പവർ ഞാൻ -1 പവറിൽ വെച്ചിട്ടുള്ളൂ. നമുക്ക് 100 വരെ കൂട്ടി കൊണ്ടുപോകാം. 1 വെച്ചിട്ട് ചെറിയൊരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ലോ ലൈറ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ട് തന്നെയാണ്. ഇപ്പോൾ പൂളൊക്കെ കാണിക്കുന്ന സമയത്ത് കണ്ടോ, നമുക്ക് പൂളൊക്കെ കാണിക്കുമ്പോൾ നമ്മളെ ഫേസും കൂടെ നിറക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് പൂളൊക്കെ കാണിച്ചിട്ട് നമുക്ക് നല്ല വീഡിയോ നമുക്ക് ഇത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ശരിക്ക് എന്താ പറയുക, നോയ്സ് കട്ട് നമ്മൾ വിൻഡ് കപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നോയ്സി ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ കാറ്റില്ല ഉണ്ടെങ്കിൽ കൂടുതൽ നോയ്സ് ആയിട്ട് തോന്നും. അപ്പോൾ വിൻഡ് കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് ഇതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇതുപോലെ പിന്ന് കുത്തിയ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഇത് ഊരി മാറ്റണം. അതില്ലാതെ നമ്മൾ കണ്ട വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൂടെ ഓഡിയോ നമുക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കാനും പറ്റും. ആ രീതിയിലാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ബാക്കി എന്തൊക്കെയാണ് നമുക്ക് ഇതിലുള്ളതെന്ന് നോക്കാം. USB-C ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള USB-C കേബിളാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ലെതർ പൗച്ച്, ലെതറാണോ റെക്സിനാണോ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ളൊരു ഗോഡോക്സിൻ്റെ ബ്രാൻഡിങ്ങിലുള്ള ഒരു പൗച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇട്ട് വെക്കാൻ, അതായത് നമ്മളെ വ്ലോഗിംഗ് കിറ്റ് എപ്പോഴും ഇട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലെതർ പൗച്ച് വരുന്നുണ്ട്. അപ്പോൾ 8999 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് വൃത്തിയായിരിക്കും. അതുപോലെ പിന്നെ വരുന്നത് ഒരു ഡെഡ് കാറ്റ് എന്നൊക്കെ പറയില്ല, അതായത് വിൻഡ് സ്ക്രീൻ കട്ട് ചെയ്യാനുള്ള ഒരു കപ്പ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ പുറത്തൊക്കെ പോണ സമയത്ത് നല്ല വിൻഡ് ആയിട്ടുള്ള സമയത്ത് ഇതിന്മേൽ വിൻഡ് സ്ക്രീൻ മുഴുവനായിട്ട് കട്ടായി പോകില്ല. ആ സമയത്ത് നമുക്ക് എന്ത് വെച്ചാൽ അതുപോലെ ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് ഫാൻ തിരിയുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വിൻഡ് സ്ക്രീൻ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വിൻഡിൻ്റെ സൗണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ റെക്കോർഡാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കിലുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇത് സാധനം കിട്ടുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഗോഡോക്സിൻ്റെ VK3 ആ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായത്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുപോലത്തെ ആപ്പിളിൻ്റെ പിന്നാണ് വേണ്ടെങ്കിൽ, ലൈറ്റ്നിങ് പിന്നാണ് വേണ്ടെങ്കിൽ LT ചൂസ് ചെയ്യുക. 3.5 mm
പിന്നെ സാധാരണ നമുക്ക് ക്യാമറയിൽ സാധാരണ മൊബൈലിലൊക്കെ വരുന്ന പോലത്തെ 3.5mm ഓക്സിലറി പിൻ്റെ പോലത്തെ പിന്നാണെങ്കിൽ AX നമുക്ക് ഷൂട്ട് ചെയ്യാം. C ആണ് USB C ആണെങ്കിൽ UC നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ ഫോണിന് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ജനുവരി 14-15 കൊച്ചിയിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് 2 ദിവസം കൊണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മുഴുവൻ ക്ലാസ്സുകളും 2 ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ 3 മാസത്തെ പ്രൊഫഷണൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള പ്രൊഫഷണൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ക്ലാസ് മഞ്ചേരിയിൽ ജനുവരിയിൽ ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ സീറ്റുകൾ താഴെ കൊടുത്തുള്ള നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.